ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാണ് നാം ഇതുവരെ കേട്ടിട്ടുള്ളത്. ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ. ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ വെളിയങ്കോട് ഉമറുൽ ഖാദി മഹാനവറുകൾ പാടിയ കവിതയിൽ നമുക്ക് കാണാം, ഹുബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുബ്ബ് വെക്കുക, അവിടുത്തെ സ്നേഹിക്കുക, നബി തങ്ങളുടെ മദ്ഹുകൾ പറയുക എന്നുള്ളത് ഖൈറുൽ അമൽ, അമലുകളെ കൂട്ടത്തിൽ ഉത്തമമായ അമലാണ്. നാം സ്നേഹിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു, നമ്മുടെ ഭാര്യമാരെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മുടെ മക്കളെ നാം സ്നേഹിക്കുന്നു. എന്നാൽ ഇതിലുപരി നാം സ്നേഹിക്കേണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാകുന്നു. നബി തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും എന്നെ ഹുബ്ബ് വെക്കുന്നത് വരെ നിങ്ങളിൽ ആരും പരിപൂർണമായ മുഅ്മിനാവുകയില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ഇന്നി ഉഹിബ്ബുക മിൻ കുല്ലി ഷൈഇൻ, ഞാൻ എല്ലാ വസ്തുക്കളെക്കാളും തങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു, ഇല്ലാ നഫ്സി, എന്റെ ശരീരം കഴിച്ചാൽ, എന്റെ ശരീരം ഒഴിവാക്കിയാൽ ബാക്കി എല്ലാ വസ്തുക്കളെക്കാളും എനിക്ക് ഏറ്റവും മഹബ്ബത്ത്, എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ ഉമർ, ഓ ഉമറേ, നിന്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല. നീ എല്ലാ വസ്തുക്കളെക്കാളും നിന്റെ ശരീരത്തെക്കാളും എന്നെ പ്രിയം വെക്കുന്നത് വരെ നീ യഥാർത്ഥ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, അൽ ആൻ, ഇപ്പോൾ ഞാൻ എല്ലാ വസ്തുക്കളെക്കാളും എന്റെ ശരീരത്തെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങയോടാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇപ്പോഴാണ് നിന്റെ ഈമാൻ പരിപൂർണമായിട്ടുള്ളത്. നമ്മുടെ ഈമാൻ പരിപൂർണമാവാൻ ഏറ്റവും വലിയ മാർഗമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക, അവിടുത്തെ മദ്ഹ് പറയുക, അവിടുത്തെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാണ്. മഹാന്മാര് പഠിപ്പിക്കുന്നതായി കാണാം, അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ അത് അധികരിക്കുകയും അതിന്റെ പവർ കൂടുകയും ആ ഈമാനിന് ചിലപ്പോൾ അതിന്റെ പവർ കുറയുകയും ചെയ്യും. സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, നല്ല നല്ല അമലുകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈമാനിന്റെ പവർ കൂടുകയാണ്. നിസ്കരിക്കുമ്പോൾ, നോമ്പ് നോക്കുമ്പോൾ, അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പറയുമ്പോൾ, പാടുമ്പോൾ, കേൾക്കുമ്പോൾ, ആ സദസ്സിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഈമാനിന്റെ പവർ കൂടുകയാണ്. അൽ ഈമാനു യസീദു, ഈമാൻ അത് വർദ്ധിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള മജ്ലിസുകളിൽ നിന്ന് നാം വിട്ടുനിന്നുകൊണ്ട് നിസ്കരിക്കാതെ, നോമ്പനുഷ്ഠിക്കാതെ, ഖുർആൻ പാരായണം ചെയ്യാതെ, സൽക്കർമ്മങ്ങൾ ചെയ്യാതെ നാം മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈമാനിന്റെ പവർ കുറഞ്ഞു കുറഞ്ഞു പോകും. ചിലപ്പോൾ നമ്മുടെ ഈമാൻ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ മജ്ലിസുൽ മൗലിദ്, മൗലിദിന്റെ മജ്ലിസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് വർദ്ധിക്കാനും അത് കാരണമാണ്. നബി തങ്ങളോടുള്ള സ്നേഹം മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. അതല്ലേ ഒരു സ്വഹാബി വന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, മത്തസ്സഅതു യാ റസൂലല്ലാഹ്,
ഖിയാമനാൾ, അന്ത്യനാൾ, ഈ ലോകത്തിന്റെ അവസാനം എപ്പോഴാണ് നബിയെ സംഭവിക്കുക എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, വമാ അഅദത്ത ലഹാ, ഖിയാമനാൾ എന്നാണ് എന്നുള്ള ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചത്, വമാ അഅദത്ത ലഹാ, ഖിയാമനാളിന് വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത്? അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, എൻ്റെ അടുക്കൽ ഒരുപാട് നിസ്കാരമോ ഒരുപാട് നോമ്പോ മറ്റുള്ള സൽക്കർമ്മങ്ങളോ ഒന്നും തന്നെ ഇല്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂല, ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും അതിരറ്റ് സ്നേഹിക്കുന്നു എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി നാം ഒക്കെ ചിന്തിക്കേണ്ട, വളരെ ഗൗരവത്തിൽ കാണേണ്ട മറുപടിയാണ്. ഇന്നക മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത്, നീ ആരെയാണോ സ്നേഹിക്കുന്നത്, നീ ആരെയാണോ പ്രിയം വെക്കുന്നത്, അവരോടൊന്നിച്ചുകൊണ്ടാണ് ആഖിറത്തിൽ ഒരുമിച്ചു കൂട്ടപ്പെടുക. ഇത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. നാം ഒരുപാട് സിനിമാ താരങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്, അതിന്റെ ഫാൻസായി നടക്കുന്നവരുണ്ട്, കളിക്കാരുടെ ആരാധകന്മാരായി കൊണ്ട് നടക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ അമുസ്ലിമീങ്ങളാണ്, അവരൊക്കെ സ്വാലിഹീങ്ങളല്ല. അവരെയൊക്കെ നാം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്താൽ അവരോട് ഒന്നിച്ചുകൊണ്ടായിരിക്കും നമ്മെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പോൾ നാം പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കുക, ഇൽമിന്റെ അഹ്ലുകാരെ നാം സ്നേഹിക്കുക. എങ്കിൽ നാം ആഖിറത്തിൽ അവരോടൊന്നിച്ച് ഒരുമിച്ച് കൂടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഏതാനും ആളുകൾക്ക് മെമൻഡോ നൽകുകയാണ്. ഒന്ന് ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വേദിയിലേക്ക് കയറി വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് അവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാവട്ടെ. ഒരുപാട് കാലം അവിടുത്തെ തണലിലായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.